ഹേയ്, ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേയ്, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ കോഴ്സ് ഇപ്പൊ തുടങ്ങും? +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hi all, welcome to Lakshya School Plus, myself Prajin. നമ്മൾ +1 ബിസിനസ് സ്റ്റഡീസിലെ 10th ചാപ്റ്ററിലേക്ക് ആണ് ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡ്, മലയാളം ആഭ്യന്തര കച്ചവടം എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് ഇന്റേണൽ ചാപ്റ്റർ. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ പറഞ്ഞതുപോലെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന, ഉറപ്പുള്ള ഷുവറായിട്ട് എസ്സേ ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് ഇന്റേണൽ ട്രേഡ്. ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ചാപ്റ്റേഴ്സ് എന്നാണ് എസ്സേ വരില്ലെന്ന് നമ്മൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്തു അല്ലേ? ഏതാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ആയിരിക്കാം, പാർട്ട്ണർഷിപ്പിന്റെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ആയിരിക്കാം, കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ആയിരിക്കാം. അടുത്ത സാധ്യത ഇന്റേണൽ ട്രേഡ് എന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും എസ്സേ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ അതിനനുസരിച്ച് ഇമ്പോർട്ടൻ്റോട് കൂടിയിട്ട് വളരെ പ്രാധാന്യത്തോടു കൂടി പഠിച്ചെടുക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഇന്റേണൽ ട്രേഡ്. വലിയ വലിയ ക്ലാസ്സിലേക്കൊക്കെ നമുക്ക് ആവശ്യമുള്ള ചാപ്റ്ററാണ്. 14 മാർക്ക്, അതായത് 14 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ള ഒരു ചാപ്റ്ററാണ്. വാട്ട് ആർ ദി സർവീസസ് പ്രൊവൈഡഡ് ബൈ ഹോൾസെയിലർ? ഒരു ഹോൾസെയിലേഴ്സിന്റെ സർവീസസ് ആണ് ഇവിടെ എസ്സേ ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ളത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ വാട്ട് ആർ ദ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ ഷോപ്പ് ആൻഡ് ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർ എന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാം. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സൂപ്പർ മാർക്കറ്റ്? ഇങ്ങനെ പല രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിന്ന് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ 10th ചാപ്റ്റർ അല്ലേ, 10ാമത്തെ ചാപ്റ്ററാണ് ഇന്റേണൽ ട്രേഡ് എന്ന ചാപ്റ്റർ. നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ എല്ലാവരും ലൈവ് കാണുന്നവർ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എല്ലാവരും കാണുന്നവരെല്ലാം ലൈക്ക് അടിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇനിയും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആഡ് ചെയ്യാത്തവർ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്ററിന്റെ പേര് ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡ്, മലയാളം ആഭ്യന്തര കച്ചവടം എന്നാണ് അർത്ഥം. എന്താണ് കച്ചവടം? വാട്ട് യു മീൻ ബൈ ട്രേഡ്? ചാപ്റ്ററിന്റെ പേര് ഇന്റേണൽ ട്രേഡ്, ആഭ്യന്തര കച്ചവടം എന്നാണ് അർത്ഥം. എന്താണ് ട്രേഡ്? ദി ആക്ഷൻ ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് സിംപ്ലി മീൻസ് ട്രേഡ്. ആൻഡ് ദി ആക്ഷൻ ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് നോൺ ആസ് ട്രേഡ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഇന്റേണൽ ട്രേഡ് എന്നാണ്. ഇന്റേണൽ ട്രേഡ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ആഭ്യന്തര കച്ചവടം എന്നാണ് ചാപ്റ്ററിന്റെ പേര്. അതിൽ നമ്മൾ ട്രേഡ് എന്താണെന്നാണ് ആദ്യമായിട്ട് പഠിക്കാൻ പോണത്. വാട്ട് യു മീൻ ബൈ ട്രേഡ്? എന്താണ് ട്രേഡ്? ട്രേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ലാഭം നേടുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട്, ലാഭത്തിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ട്രേഡ്. What do you mean by trade? What do you understand the term trade? ലാഭത്തിനു വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രേഡ്. നമുക്ക് നോക്കാം മീനിങ്. സിമ്പിൾ ആയിട്ടുള്ള വേർഡ്, സിമ്പിൾ മീനിങ്. വാട്ട് യു മീൻ ബൈ ട്രേഡ്? ചാപ്റ്ററിന്റെ പേര് ഇന്റേണൽ ട്രേഡ്. നമ്മുടെ 10th ചാപ്റ്റർ ഇന്റേണൽ ട്രേഡ്. ഫസ്റ്റ് ആയി നമ്മൾ പഠിക്കാൻ പോകുന്നു ചാപ്റ്ററിൽ ഇന്റേണൽ ട്രേഡിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നു എന്താണ് ട്രേഡ്, എന്താണ് കച്ചവടം. ലാഭത്തിനു വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രേഡ്. പഠിച്ചോ? എന്താ ട്രേഡ് എന്ന് പറഞ്ഞാൽ? ലാഭത്തിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രേഡ്. നോക്കൂ, ട്രേഡ് സിമ്പിൾ ആയിട്ട് നോക്ക് മീനിങ് നോക്കാം. ട്രേഡ് ആൻ ഇമ്പോർട്ടന്റ് ബ്രാഞ്ച് ഓഫ് കൊമേഴ്സ്. കൊമേഴ്സിന്റെ പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ച് ആണ് ട്രേഡ് എന്ന് പറയുന്നത്. എന്താ മീനിങ്? ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രോഫിറ്റ്. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ് എന്താ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഈ മനസ്സിലാക്കിയിട്ടുള്ളത് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രോഫിറ്റ്. അപ്പോൾ ലാഭത്തിന് വേണ്ടി
സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുക. ബൈയിങ് എന്ന് പറഞ്ഞാൽ എന്താ? പർച്ചേസ് ചെയ്യുക, വാങ്ങുക. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വിൽക്കുക. അപ്പൊ ലാഭത്തിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രേഡ്. എന്താ ചാപ്റ്ററിന്റെ പേര്? ട്രേഡ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്? അല്ല, ചാപ്റ്ററിന്റെ പേരെന്താ? ഇന്റേണൽ ട്രേഡ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. നമ്മൾ പഠിക്കാൻ പോണ എന്താ? ഈ ട്രേഡ്. അപ്പൊ എന്താ ട്രേഡിങ്? ട്രേഡ് എന്ന് പറഞ്ഞാൽ, കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രോഫിറ്റ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രോഫിറ്റ്. ലാഭത്തിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രേഡ്. പഠിച്ചല്ലോ? സിമ്പിൾ വേർഡ് അല്ലേ? എടാ പഠിച്ചടാ. സിമ്പിൾ ആയിട്ടുള്ള വേർഡ് അല്ലേ? ടീച്ചർ ചോദിച്ചാൽ പറഞ്ഞോടെ, സ്കൂളിൽ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല, ടീച്ചർ സ്പീഡിൽ പോകണ്ടായിരിക്കും. അപ്പൊ ടീച്ചറോട് നമുക്ക് പറയാം, എന്താണ് ട്രേഡ് എന്ന് പറഞ്ഞാൽ? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമ്മൾ ട്രേഡിനെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ഇന്റേണൽ ട്രേഡ് എന്നും എക്സ്റ്റേണൽ ട്രേഡ് എന്നും. അപ്പൊ ട്രേഡിനെ നമ്മൾ എത്ര ആയിട്ടാണ് തരംതിരിക്കുന്നത്? ട്രേഡ് എന്താന്ന് ഇപ്പോൾ നമ്മൾ പഠിച്ചു അല്ലെ? സാധനങ്ങള് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക, ലാഭം നേടാൻ, ലാഭത്തിന് വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രേഡ്. ഇനി ആ ട്രേഡിനെ രണ്ടായി തരംതിരിക്കുന്നു. ട്രേഡിനെ രണ്ടായി തരംതിരിക്കുന്നു. ഏതാണ്? ഇന്റേണൽ ട്രേഡ്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഇന്റേണൽ ട്രേഡ് എന്നും എക്സ്റ്റേണൽ ട്രേഡ് എന്നും. അപ്പൊ ട്രേഡ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ്. ട്രേഡിനെ എത്ര ആയിട്ടാണ് തരംതിരിക്കുന്നത്? രണ്ടായിട്ട്. ഏതൊക്കെയാണ്? ഇന്റേണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡിന്റെ മറ്റൊരു പേരെന്താണ്? ഹോം ട്രേഡ്. എക്സ്റ്റേണൽ ട്രേഡിന്റെ മറ്റൊരു പേരാണ് ഫോറിൻ ട്രേഡ്. ഓക്കെ, അപ്പൊ ട്രേഡ് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു കാറ്റഗറീസ്. അപ്പൊ ട്രേഡിന് എത്ര ആയിട്ടാണ് തരംതിരിക്കുന്നത്? രണ്ടായിട്ട്. ഇന്റേണൽ ട്രേഡ് ആഭ്യന്തര കച്ചവടം, എക്സ്റ്റേണൽ ട്രേഡ് ബാഹ്യ കച്ചവടം. ഇനി എന്താണ് ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ? ട്രേഡ് എന്താന്ന് നമ്മൾ പഠിച്ചു. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രോഫിറ്റ് മീൻസ് ട്രേഡ്. ഓക്കെ, ട്രേഡിന് എത്രയായി തരംതിരിക്കുന്നു? രണ്ടായിട്ട്. ഇന്റേണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്. ഇനി എന്താണ് ഇന്റേണൽ ട്രേഡ്? ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ആഭ്യന്തര കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിനുള്ളിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇന്റേണൽ ട്രേഡ്. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ പറയാം, ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ വിവിധ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇന്റേണൽ ട്രേഡ്. ഇപ്പോൾ നമ്മുടെ രാജ്യം ഇന്ത്യ, നമ്മുടെ രാജ്യത്തിനുള്ളിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ആയിരിക്കും വരിക. കേരളവും തമിഴ്നാടും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് ഏത് തരം ട്രേഡിന് ഉദാഹരണമാണ്? അപ്പൊ നമ്മുടെ രാജ്യം ഇന്ത്യ, ഇന്ത്യയിൽ രണ്ട് സംസ്ഥാനമാണ്. ഏതൊക്കെ? കേരളവും തമിഴ്നാടും. ഇവർ തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുക ഏതിന് ഉദാഹരണമാണ്? ഇന്റേണൽ ട്രേഡ്. കർണാടകയും അല്ലെ കേരളവും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നു. പഞ്ചാബും മഹാരാഷ്ട്രയും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നു. അപ്പോൾ ഒരു രാജ്യത്തിനുള്ളിൽ രാജ്യാതിർത്തിക്കുള്ളിൽ വിവിധ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇന്റേണൽ ട്രേഡ്. നോക്കൂ, trade which take place within the country is called internal trade. In such type of trade both buyer and seller belong to the same country. Both buyer and seller belongs to the same country. ഒരു രാജ്യത്തിനുള്ളില് വാങ്ങുന്നവനും വിൽക്കുന്നവനായിരിക്കും, ഒരേ രാജ്യത്തിനുള്ളിലുള്ളവരായിരിക്കും വാങ്ങുന്നവനും വിൽക്കുന്നവരും. ഓക്കെ ആണോ? ഒരേ രാജ്യത്തിനുള്ളിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കച്ചവട രീതിയെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ട്രേഡ്. അപ്പൊ സ്വാഭാവികമായിട്ടും എക്സ്റ്റേണൽ ട്രേഡ് എന്തായിരിക്കും? രാജ്യാതിർത്തിക്ക് അപ്പുറത്തേക്ക് അല്ലെ? ഇപ്പൊ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ അമേരിക്കയും കാനഡയും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുക, ബ്രസീലും അർജന്റീനയും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുക. അപ്പൊ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ
സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കച്ചവട രീതിയെ വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ട്രേഡ്. ഓക്കെ ആണോ? ഓക്കെ ആണ്. അപ്പൊ നമ്മൾ എന്താ പഠിച്ച്? എന്താണ് ട്രേഡ് എന്ന് പഠിച്ചു. ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രോഫിറ്റ്. ലാഭത്തിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ്, പ്രോഫിറ്റിന് വേണ്ടിയിട്ട് അല്ലെ, ലാഭത്തിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രേഡ്. ആ ട്രേഡിന് എത്രയായി തരംതിരിക്കുന്നു? രണ്ടായി തരംതിരിക്കുന്നു. ഇന്റേണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു രാജ്യത്തിനുള്ളിൽ, ഒരേ രാജ്യത്തിനുള്ളിൽ വാങ്ങുന്നവനും വിൽക്കുന്നവനും ഒരേ രാജ്യക്കാരനായിരിക്കണം. ഒരു രാജ്യത്തിനുള്ളിൽ വിവിധ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേര് ഇന്റേണൽ ട്രേഡ്. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കപ്പുറത്തേക്ക്, രാജ്യാതിർത്തിക്കപ്പുറത്തേക്ക് സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് എക്സ്റ്റേണൽ ട്രേഡ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? യെസ്. ഇനി നമ്മൾ പഠിക്കാൻ പോണു ഇന്റേണൽ ട്രേഡിനെ വീണ്ടും തരംതിരിക്കുന്നു. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താ? ഇന്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡിനെ നമ്മൾ എത്രയായി തരംതിരിക്കുന്നു? രണ്ടായി തരംതിരിക്കുന്നു. ഇപ്പൊ ഇവിടെ എന്താ പഠിച്ച്? ഫസ്റ്റ് നമ്മൾ ട്രേഡിന് അങ്ങനെ തന്നെ പഠിക്കുക, എഴുതി പഠിക്കുക. ട്രേഡിന് രണ്ടായി തരംതിരിക്കുന്നു. ഏതൊക്കെയാ ട്രേഡിന് രണ്ടായി തരംതിരിക്കുന്നത്? ഇന്റേണൽ ട്രേഡ്, ഇന്റേണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്. ഓക്കെ ആണോ? ഇനി വീണ്ടും ഇന്റേണൽ ട്രേഡിനെ അല്ലെ, ഇന്റേണൽ ട്രേഡിനെ എത്രയായി തരംതിരിക്കുന്നു? രണ്ടായി തരംതിരിക്കുന്നു. ഏതൊക്കെ? ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. ഓക്കെ ആണോ? ഓക്കെ ആണോ? അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ. ഹോൾസെയിൽ ട്രേഡ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഹോൾസെയിൽ ഷോപ്പിന് ഭയങ്കര ഫേമസ് ആണ്. ഇപ്പൊ തിരൂർ ഫോറിൻ മാർക്കറ്റ് ഒക്കെ ഹോൾസെയിൽ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് തിരൂര് അല്ലെ. ഇതേപോലെ തന്നെ എറണാകുളത്ത് ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകൾ ഉണ്ട്. എന്താ ഈ ഹോൾസെയിൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ? ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ? ഹോൾസെയിൽ ട്രേഡിന്റെ മലയാളമാണ് മൊത്ത കച്ചവടം എന്നൊക്കെയാണ് അർത്ഥം. അതായത് മൊത്ത കച്ചവടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊഡ്യൂസറെ കയ്യിൽ നിന്ന്, ആര് ഈ പ്രൊഡ്യൂസർ? മാനുഫാക്ചർ എന്ന് പറഞ്ഞാലും പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. മാനുഫാക്ചറെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പ്രൊഡ്യൂസറെ കയ്യിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ബൾക്കായിട്ടുണ്ട് വാങ്ങിക്കുക, എന്നിട്ട് കച്ചവടം നടത്തുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഹോൾസെയിൽ ട്രേഡ്. ഇപ്പൊ നമ്മൾ തിരൂർ ഫോറിൻ മാർക്കറ്റിലൊക്കെ ടോയ്സ് ഐറ്റംസ്, കുട്ടികൾക്ക് കളിക്കാനുള്ള ടോയ്സ് ഐറ്റംസ് നേരിട്ട് പർച്ചേസ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നൊക്കെ ആയിരിക്കും. അപ്പൊ ഈ ചൈനയിൽ നിന്ന് നേരിട്ട് ഷിപ്പ് വഴി എറണാകുളത്ത് എത്തുന്നു, കൊച്ചിയിലെത്തുന്നു, അവിടെ നിന്ന് തിരൂർ ഫോറിൻ മാർക്കറ്റിലെത്തുന്നു. അപ്പൊ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന, ഈ ടോയ്സ് ഐറ്റം ഉൽപ്പാദിപ്പിക്കുന്ന ആളെടുത്ത് മുഴുവനായിട്ട് ഇതിണ്ട് വാങ്ങിക്കുന്നു. എന്നിട്ട് തിരൂർ ഫോറിൻ മാർക്കറ്റിൽ എത്തിയതിന് ശേഷം അത് ചില്ലറ കച്ചവടക്കാർക്ക് ചെറിയ അളവിൽ എന്ത് ചെയ്യുന്നു? വിറ്റൊഴിവാക്കുന്നു. അപ്പൊ എന്താ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ? പ്രൊഡ്യൂസറെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്നും ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് കച്ചവടം നടത്തുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഹോൾസെയിൽ ട്രേഡ്. അപ്പൊ റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് സ്മോൾ ക്വാണ്ടിറ്റിയിൽ അല്പാൽപമായിട്ട് കസ്റ്റമേഴ്സിന് വിൽക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇന്റേണൽ ട്രേഡിന് എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? രണ്ടായി തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? ഹോൾസെയിൽ ട്രേഡ് എന്നും റീറ്റെയിൽ ട്രേഡ് എന്നും. അപ്പോ ടൈപ്പ് ഓഫ് ഇന്റേണൽ ട്രേഡ്, ഇന്റേണൽ ട്രേഡിന് എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ്. ഓക്കെ ആണോ? ഇനി എന്താ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ? അപ്പൊ ഇങ്ങനെ കച്ചവടം നടത്താം മൊത്തമായിട്ട്. ഇപ്പൊ ചൈനയിൽ നിന്നൊക്കെ ടോയ്സ് ഐറ്റംസ് മുഴുവനായിട്ട് പ്രൊഡ്യൂസറെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ മാനുഫാക്ചറുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ കച്ചവടം നടത്തുന്ന ആ ആളെ വിളിക്കുന്ന പേരാണ് ഹോൾസെയിലർ. ഹോൾസെയിലർ അല്ലെ. ഈ കച്ചവട രീതിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് മീനിങ് ഓഫ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ? നോക്കൂ, ഹോൾസെയിലർ ഈസ് എ പേഴ്സൺ ഹു ബൈ ഗുഡ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് ഫ്രം ദി പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സ് എന്ന് എഴുതിയാലും ശരിയാണ്. അപ്പൊ ഹോൾസെയിലർ ഈസ് എ പേഴ്സൺ who buys goods in large quantities from the producers and sell them in small quantity to retailers. അല്ലെ. ഇപ്പൊ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ നാട്ടിലെ ഫോറിൻ മാർക്കറ്റ്, തിരൂരിലെ ഫേമസ് ആയിട്ടുള്ള ഫോറിൻ മാർക്കറ്റ് അല്ലെ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചൈനയിൽ നിന്ന് ടോയ്സ് ഐറ്റംസ് ആരാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അയാളെ കയ്യിൽ നിന്ന് മുഴുവനായിട്ടുണ്ട് വാങ്ങിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫോറിൻ മാർക്കറ്റ് അവിടുത്തെ വെയർ ഹൗസിൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് അല്പാൽപമായിട്ട് സ്മോൾ ക്വാണ്ടിറ്റിയിൽ റീറ്റൈലേഴ്സിന് കൊടുക്കണ്. ഈ റീറ്റൈലേഴ്സിന് വിറ്റ് കഴിഞ്ഞാൽ റീറ്റൈലേഴ്സിന്റെ കയ്യിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? കസ്റ്റമർ ആയിട്ടുള്ള നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ഓക്കെയാണോ? അപ്പൊ എന്താ ടീച്ചർ ചോദിക്കണം? എന്താണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് ചോദിച്ചാൽ
പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് കച്ചവടം നടത്തുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഹോൾസെയിൽ ട്രേഡ്. ആർക്കാ കച്ചവടം നടത്തുന്നത്? റീറ്റെയിലേഴ്സിന്. ഒന്നുകൂടി നോക്കാം. A wholesaler is the person who buy goods in large quantities, വലിയ അളവിൽ large quantities from the producers and sell them in small quantity to retailers. Okay, അപ്പൊ ആരായിരിക്കും റീറ്റെയിലർ എന്ന് പറഞ്ഞാല്? ചില്ലറ കച്ചവടക്കാർ എന്നാണ് മലയാളം. റീറ്റെയിലേഴ്സ് ചില്ലറ കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ ഹോൾസെയിലറെ കയ്യിൽ നിന്ന് സ്മോൾ ക്വാണ്ടിറ്റിയിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ആളെ വിളിക്കുന്ന പേരാണ് റീറ്റെയിലേഴ്സ്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഒന്നും കൂടി പറഞ്ഞു, ജസ്റ്റ് പെട്ടെന്ന് ഒന്നുകൂടി പോകണു. എന്താണ് ട്രേഡ് എന്ന് നമ്മൾ പഠിച്ചു. ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വരിക. 14 മാർക്കിനോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചാപ്റ്റർ ആണ്. 8 മാർക്കിന്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുണ്ട്, ഒരു ഡിഫറൻസ് ചോദിക്കാറുണ്ട്, വൺ വേർഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞതിന് ശേഷം വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതെന്നുള്ളത് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേര് ഇന്റേണൽ ട്രേഡ്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു എന്താണ് ട്രേഡ്. ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രോഫിറ്റ്. എന്താ ട്രേഡ് എന്നുള്ളത് പഠിച്ചല്ലോ. ബൈയിങ് ആൻഡ് സെല്ലിങ് അല്ലേ? പഠിച്ചടാ, അതിന്റെ കൂടെ തന്നെ പഠിച്ചു വാ. ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രോഫിറ്റ്. ലാഭത്തിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രേഡ് അഥവാ കച്ചവടം. ഇനി ട്രേഡിന് എത്രയായി തരംതിരിക്കുന്നു? വരയ്ക്കുക. ട്രേഡ് എന്ന് എഴുതിയിട്ട് രണ്ടായിട്ട് കാണിക്കുക. ഏതൊക്കെയാണ് രണ്ടായി തരംതിരിക്കുന്നത്? ഇന്റേണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്. ഇന്റേണൽ ട്രേഡിന്റെ മറ്റൊരു പേര് ഹോം ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡിന്റെ മറ്റൊരു പേര് ഫോറിൻ ട്രേഡ്. ഇനി എന്താ ഇന്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ? ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ സെയിം ആയിരിക്കണം. എവിടെ? എങ്ങനെ? സെല്ലർ ആൻഡ് ബയ്യർ സെയിം കൺട്രി ആയിരിക്കണം അല്ലെ? ഒരേ രാജ്യത്തിനുള്ളിൽ ഒരേ രാജ്യത്ത് വിവിധ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കച്ചവട രീതിയെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ട്രേഡ്. ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ വിവിധ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന കച്ചവട രീതിയെ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ട്രേഡ്. ഓക്കെ ആണോ? എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? രാജ്യത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്തേക്ക് വിവിധ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക അല്ലെ? ഇപ്പൊ UAE നിന്ന് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞാൽ അതെന്താണ്? എക്സ്റ്റേണൽ ട്രേഡ് ആണ് അല്ലെ? അമേരിക്കയ്ക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എക്സ്റ്റേണൽ ട്രേഡ് ആണ്. ആന്ധ്രാപ്രദേശിന് നമ്മൾ പ്രൊഡക്റ്റ് നൽകി കഴിഞ്ഞാൽ അത് ഇന്റേണൽ ട്രേഡ് ആണ്. വൺ വേർഡ് ഒക്കെ അങ്ങനെ ആയിരിക്കും ചോദിക്കുക. ഇനി ഇന്റേണൽ ട്രേഡിന് എത്രയായി തരംതിരിക്കുന്നു? രണ്ടായിട്ട് വീണ്ടും തരംതിരിക്കുന്നു. ഏതൊക്കെയാണ് ഇന്റേണൽ ട്രേഡ്? ഹോൾസെയിൽ ട്രേഡും റീറ്റെയിൽ ട്രേഡും. അപ്പൊ മക്കൾ ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നുകൊണ്ട് വരച്ചിട്ടൊന്ന് പഠിക്കുക. സിമ്പിൾ ആയിട്ടുണ്ട്, വരച്ചിട്ട് പഠിക്കുക. ട്രേഡിനെ രണ്ടായി തരംതിരിക്കുന്നു. ട്രേഡിനെ ഏതൊക്കെയാ പഠിച്ചില്ലേ? എവിടാ ട്രേഡിന് എത്രയായിട്ടാണ് തരംതിരിക്കുന്നത്? ഇതാ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രേഡ് പഠിച്ചില്ലേ? ഏതൊക്കെയാണ്? ഇന്റേണൽ ട്രേഡ് എന്താന്ന് ഇപ്പോൾ പഠിച്ചല്ലോ. ഓക്കെ അല്ലേ? രണ്ടാമത് എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പഠിച്ചു. വീണ്ടും ഇവിടെ ക്ലാസിഫൈ ചെയ്തു. ഇന്റേണൽ ട്രേഡിനെ വീണ്ടും തരംതിരിക്കുന്നു. ഹോൾസെയിൽ ട്രേഡ് എന്നും റീറ്റെയിൽ ട്രേഡ് എന്നും തരംതിരിക്കുന്നു. ഓക്കെ ആണോ? ഇനി എന്താ ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ? പ്രൊഡ്യൂസറെ കയ്യിൽ നിന്ന്, പ്രൊഡ്യൂസർ തന്നെ പേടിക്കണ്ട, മാനുഫാക്ചർ തന്നെ പേടിക്കണ്ട, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ആൾ, ഒരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ആളെ വിളിക്കുന്ന പേരാണെന്ത്? പ്രൊഡ്യൂസർ അല്ലെങ്കിൽ മാനുഫാക്ചർ. അപ്പോൾ ഈ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന അല്ലേ, ബൾക്കായിട്ടുണ്ട് വാങ്ങിക്കും, എന്നിട്ട് റീറ്റെയിലേഴ്സിന് കൊടുക്കും, ചില്ലറ കച്ചവടക്കാർക്ക് കൊടുക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കച്ചവടം നടത്തുകയാണ്, നമ്മൾ ചൈനയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്, ഈ ഉൽപ്പാദിപ്പിക്കുന്ന ആളെടുത്ത് മുഴുവനായിട്ടും ഇങ്ങോട്ട് വാങ്ങി കച്ചവടം നടത്തുന്ന രീതിയാണ് ഹോൾസെയിൽ ട്രേഡ്. ഇങ്ങനെ കച്ചവടം നടത്തുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഹോൾസെയിലർ. ഓക്കെ ആണോ? യെസ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലേഴ്സ്. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം ധർമ്മങ്ങൾ എന്നൊക്കെയാണ്. നമ്മൾ ഇങ്ങനെ പഠിക്കുക, ഒരു ഹോൾസെയിലർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദി ഹോൾസെയിലർ? ഒരു ഹോൾസെയിലർ, ഒരു മൊത്ത കച്ചവടക്കാരൻ, മുഴുവനായിട്ട് വാങ്ങിച്ചിട്ട് കച്ചവടം നടത്തുന്ന ഒരു ഹോൾസെയിലർ എന്തൊക്കെ ജോലികളാണ് ചെയ്യണത്? വാട്ട് ആർ ദി ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ദി ഹോൾസെയിലർ? ഒരു ഹോൾസെയിലർ ചെയ്യണ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? ഒരു ഹോൾസെയിലർ ചെയ്യണ പ്രധാനപ്പെട്ട ജോലികൾ? ഒന്ന്, ബൈയിങ് ആൻഡ് അസംബ്ലിങ്. ഫസ്റ്റ് പോയിന്റ് ഏതാ? പോയിന്റ് പഠിക്കുക, നിങ്ങളുടേതായ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുക.
ഓക്കെ, ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ തന്നെ പഠിക്കുക. വലിയ വലിയ ക്ലാസ്സിലൊന്നും ഇനി മലയാളത്തിലുള്ള എഴുത്തുണ്ടാവില്ല. ഇംഗ്ലീഷിൽ എഴുതി പഠിക്കുക. നമുക്ക് വലിയ വലിയ ക്ലാസ്സിലേക്ക് അത് സഹായകമാകും. മലയാളത്തിൽ എഴുതാൻ ശ്രമിക്കരുത്. ഇനി അത്രയും പഠിച്ചില്ലെങ്കിൽ മാത്രം മലയാളത്തിൽ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇംഗ്ലീഷിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പഠിക്കണം. നമ്മുടെ നോട്ടൊക്കെ ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരുന്നത്. ക്ലാസ് കാണുക, ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരോട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആഡ് ആവാൻ വേണ്ടി പറയുക. പരീക്ഷയ്ക്കോടനുബന്ധിച്ചൊക്കെ നമ്മൾ റിവിഷൻ ക്ലാസ്സും ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലർ, ഒരു ഹോൾസെയിലർ ചെയ്യുന്ന വിവിധ ജോലികൾ എന്തൊക്കെയാണ് അങ്ങനെ പഠിക്കുക. ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഒരു മൊത്ത കച്ചവടക്കാരൻ, ഒരു ഹോൾസെയിലർ ചെയ്യുന്ന വിവിധ ജോലികൾ എന്തൊക്കെയാണ്. അപ്പോൾ ഒരു ഹോൾസെയിലർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് പോയിന്റ് ബൈയിങ് ആൻഡ് അസംബ്ലിങ്. ഫസ്റ്റ് പോയിന്റ് ഏതാ? ബൈയിങ് ആൻഡ് അസംബ്ലിങ്. നെക്സ്റ്റ് പോയിന്റ് ഗ്രേഡിങ്. സെക്കൻഡ് പോയിന്റ് ഗ്രേഡിങ്. എന്താ വായിക്കുക? ഗ്രേഡിങ്. തേർഡ് പോയിന്റ് വെയർ ഹൗസിങ്. എന്താ വായിക്കുക? വെയർ ഹൗസിങ്. നെക്സ്റ്റ് പോയിന്റ് ട്രാൻസ്പോർട്ടിങ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ. നെക്സ്റ്റ് പോയിന്റ് റിസ്ക് ബിയറിംഗ്. നെക്സ്റ്റ് പോയിന്റ് പ്രൈസിങ്. നെക്സ്റ്റ് പോയിന്റ് ഫിനാൻസിങ്. ഏതാ പോയിന്റ്? ഫിനാൻസിങ്. നെക്സ്റ്റ് പോയിന്റ് കളക്ടിങ് ഇൻഫർമേഷൻ, കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഹോൾസെയിലർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? ആരാ ഹോൾസെയിലർ എന്ന് കമന്റ് ചെയ്തേ. ആരാ ഹോൾസെയിലർ? മാനുഫാക്ചറെ കയ്യിൽ നിന്ന് അഥവാ പ്രൊഡ്യൂസറെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കച്ചവടം നടത്തുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഹോൾസെയിൽ ട്രേഡ്. അപ്പോൾ ഹോൾസെയിലർ ആരാ? ഇങ്ങനെ കച്ചവടം നടത്തുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഹോൾസെയിലർ. അപ്പോൾ ഇയാൾ എന്തൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത്? ഇയാൾ ചെയ്യേണ്ട ജോലികളാണ് ഇതൊക്കെ: ബൈയിങ് ആൻഡ് അസംബ്ലിങ്, നെക്സ്റ്റ് ഗ്രേഡിങ്. അല്ലെ, പഠിക്കുക, പോയിന്റ് പഠിക്കുക. എക്സ്പ്ലനേഷൻ ഏതായ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. പോയിന്റ് പഠിക്കുക. അടുത്ത് വെയർ ഹൗസിങ്, അടുത്തത് ട്രാൻസ്പോർട്ടിങ്, റിസ്ക് ബിയറിങ്, പ്രൈസിങ്, ഫിനാൻസിങ്, കളക്ടിങ് ഇൻഫർമേഷൻ. ഇതൊക്കെയാണ് ആര് ചെയ്യുന്ന ജോലികൾ? ഒരു ഹോൾസെയിലർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികളാണ് ഇതൊക്കെ. ബൈയിങ് ആൻഡ് അസംബ്ലിങ്. ബൈയിങ് വാങ്ങുക, അസംബിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശേഖരിക്കുക, ഗ്രേഡ് ചെയ്യുക തരംതിരിക്കുക. വെയർ ഹൗസിങ് കേട്ടില്ലേ? വെയർ ഹൗസിങ് സംഭരണശാല ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു അല്ലേ? ബിസിനസ് ട്രേഡ് കൊമേഴ്സിലും ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ? ട്രാൻസ്പോർട്ടിങ് ഗതാഗതം. റിസ്ക് ബിയറിംഗ്. എന്താ റിസ്ക് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ? നഷ്ടസാധ്യത ഏറ്റെടുക്കുക, റിസ്ക് ബിയറിംഗ്. പ്രൈസിങ്. ദ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ വില നിശ്ചയിക്കുക. ഫിനാൻസിങ് പണം കണ്ടെത്തുക. കളക്ടിങ് ഡാറ്റ, വിവിധ ഡാറ്റകൾ കളക്ട് ചെയ്യുക. പറയാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ബൈയിങ് ആൻഡ് അസംബ്ലിങ്? എന്താ ബൈയിങ് ആൻഡ്? ഒരു ഹോൾസെയിലർ, ഒരു മൊത്ത കച്ചവടക്കാരൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് ബൈയിങ് ആൻഡ് അസംബ്ലിങ്. വാങ്ങുക, ശേഖരിക്കുക. എന്താണ് ഈ ബൈയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അസംബ്ലിങ് കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു ഹോൾസെയിലർ വിവിധ മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരുപോലെയുള്ള അല്ലെങ്കിൽ ഒരേ ഇനത്തിൽപ്പെട്ട ഗുഡ്സ് എന്ത് ചെയ്യും? ഇയാൾ കളക്ട് ചെയ്യും. ഉദാഹരണമായിട്ട് ഞാനൊരു ഹോൾസെയിലറാണ്, ഞാനൊരു മൊത്ത കച്ചവടക്കാരനാണ്. ഞാൻ എന്താ ബൈയിങ് ആൻഡ് അസംബ്ലിങ് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് ചോദിച്ചാൽ, ആ പോയിന്റ് എങ്ങനെ ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഞാനൊരു അരി കച്ചവടം നടത്തുന്ന ഒരാളാണ്. അരി കച്ചവടക്കാരനാണ് ഞാൻ. അപ്പം ഞാൻ ഒരു ഹോൾസെയിലറായി ഞാൻ വിവിധ അരി, നെല്ല് അല്ലേ, അരി എങ്ങനെ ഉണ്ടാവണത് അല്ലേ? നെല്ല് അല്ലേ? അപ്പോൾ വിവിധ പ്രൊഡ്യൂസ് അരി അല്ലെങ്കിൽ നെല്ല് അല്ലെ, അരി ഉണ്ടാക്കുന്ന നെല്ല് കൃഷി ചെയ്യുന്ന വിവിധ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും? റൈസ് കളക്ട് ചെയ്യും, അരി കളക്ട് ചെയ്യും. അല്ലെങ്കിൽ ഞാനൊരു മാങ്ങ ഞാനൊരു ഹോൾസെയിലറാണ്. എന്തിന്റെ ഹോൾസെയിലറാണ്? മൊത്ത കച്ചവടക്കാരനാണ്. മാങ്ങ. ചില സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് മാർക്കറ്റിൽ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഹോൾസെയിലറായി ഞാൻ എന്ത് ചെയ്യും? മാംഗോ അല്ലെ, മാമ്പഴം ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ കൃഷിക്കാരെ കയ്യിൽ നിന്ന് ഞാൻ ബൾക്കായിട്ട് വിവിധ തരത്തിൽപ്പെട്ട മാംഗോ എന്ത് ചെയ്യും? കളക്ട് ചെയ്യും. അപ്പൊ ഇവിടെ എന്താ ബൈയിങ് ആൻഡ് അസംബ്ലിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഹോൾസെയിലർ വിവിധ മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന്, വിവിധ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരുപോലെയുള്ള അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ഗുഡ്സ് കളക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ അരി ഹോൾസെയിലർ ആണെങ്കിൽ, അരിയുടെ ഒരു ഹോൾസെയിലർ ഡീലർ ആണെന്നുണ്ടെങ്കിൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് വിവിധ തരത്തിൽപ്പെട്ട അരി ഞാൻ എന്ത് ചെയ്യുന്നു? ശേഖരിക്കുന്നു. ഓക്കെ, നോക്കൂ. ദി ഹോൾസെയിലർ കളക്ട്
collects goods from different manufacturers and stores them in the warehouse. അയാൾ ഈ കളക്ട് ചെയ്തിട്ട് മാംഗോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, വെയർഹൗസിൽ എന്ത് ചെയ്യും, സൂക്ഷിച്ചു. അപ്പൊ എന്താണ് ബൈയിങ് ആൻഡ് അസംബ്ലിംഗ് എന്ന് ടീച്ചർ ചോദിച്ചാൽ ടീച്ചറോട് പറഞ്ഞത് എത്രയാണ്, ഒരു ഹോൾസെയിലർ ഡിഫറൻറ്റ് പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ്, ഒരുപോലെയുള്ള പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു, ശേഖരിക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ബൈയിങ് ആൻഡ് അസംബ്ലിംഗ്. നെക്സ്റ്റ് ഗ്രേഡിങ്. എന്താ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ തരം തിരിക്കുക എന്നാണ് മലയാളം, അല്ലേ? ഇപ്പോൾ ഒരു മാംഗോ മാനുഫാക്ചർ ആണ് ഞാനെങ്കിൽ, മാംഗോ ഹോൾസെയിലർ ആണ് ഞാനെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് മാംഗോ കൃഷി ചെയ്യുന്ന, അല്ലെ, മാങ്ങ ഞാൻ എന്ത് ചെയ്യുന്നു, ശേഖരിക്കുന്നു. ഞാൻ ശേഖരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട്, അതിൻ്റെ സൈസ് നോക്കിയിട്ട്, അതിൻ്റെ കളറ് നോക്കിയിട്ട് ഒക്കെ ആയിരിക്കും ഞാൻ ശേഖരിക്കുക. മാങ്ങ ശേഖരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, പഴുക്കാനായിട്ടുള്ള മാംഗോ ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കൊട്ടയിലേക്ക് മാറ്റുന്നു. പച്ച മാംഗോ ഒക്കെ ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റൊരു കൊട്ടയിലേക്ക് മാറ്റുന്നു. ഇനി പൊട്ടിക്കണ സമയത്ത് വീണതൊക്കെ മറ്റൊരു കൊട്ടയിലേക്ക് മാറ്റുന്നു. അപ്പോൾ ഇവിടെ എന്താ, ഗ്രേഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വലുപ്പത്തിനനുസരിച്ച്, ക്വാളിറ്റിക്കനുസരിച്ച്, സൈസിനനുസരിച്ചിട്ടൊക്കെ പ്രൊഡക്റ്റിനെ തരം തിരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഗ്രേഡിങ്. നോക്കൂ, ദി ഹോൾസെയിലർ സോർട്ട് ഔട്ട് ദി ഗുഡ്സ് ഓൺ ദി ബേസിസ് ഓഫ്, എന്തൊക്കെ ബേസ് ചെയ്തിട്ട്, ക്വാളിറ്റിക്കനുസരിച്ച്, സൈസിനനുസരിച്ച്, കണ്ടന്റിനനുസരിച്ച്, ഡിസൈനനുസരിച്ചിട്ടൊക്കെ പ്രൊഡക്റ്റിനെ തരം തിരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്രേഡിങ്. അപ്പൊ ടീച്ചർ ചോദിക്കുകയാണ് എന്താണ് ഗ്രേഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നു എന്ന് ചോദിച്ചാൽ ടീച്ചറോട് എന്താ പറയണ്ടേ, ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, സൈസ്, ക്വാണ്ടിറ്റി, കണ്ടന്റ്, ഡിസൈൻ എന്നിവയെ ബേസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിനെ തരം തിരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്രേഡിങ്. ഓക്കെ ആണോ? ഇപ്പൊ നമ്മള് ഈ ഫിഷേഴ്സ്, അല്ലെ, മീൻപിടുത്തക്കാര് കടയിൽ പോയിട്ട് എല്ലാം ഒരേ വലിപ്പമുള്ള മീനാണ് കിട്ടുക, അല്ല, വ്യത്യസ്ത മത്സ്യം, ഫിഷാണ് കിട്ടുക. വലിപ്പം കൂടിയിട്ടുള്ള മീൻ കിട്ടും, അല്ലെ, അയില കിട്ടും, അതുപോലെ ആവോലി കിട്ടും, അതുപോലെ അയക്കറ കിട്ടും. ഇതൊക്കെ അയാൾ തരംതിരിക്കണില്ല, വലിപ്പത്തിനനുസരിച്ച് തരംതിരിക്കുന്നില്ലേ? അപ്പൊ അവിടെ ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ഗ്രേഡിംഗ് എന്ന് വെച്ചാൽ ടീച്ചറോട് പറഞ്ഞിട്ട്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കിയിട്ട്, പ്രൊഡക്റ്റിന്റെ സൈസ് നോക്കിയിട്ട്, പ്രൊഡക്റ്റിന്റെ കണ്ടന്റ് നോക്കിയിട്ട് ഉൽപ്പന്നത്തെ തരംതിരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഗ്രേഡിംഗ്. എന്താ, ദി ഹോൾസെയിലർ സോർട്ട് ഔട്ട് ദി ഗുഡ്സ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാളിറ്റി, സൈസ്, കണ്ടന്റ്, ഡിസൈൻ എന്നിവ ബേസ് ചെയ്തിട്ടൊക്കെ സോർട്ട് ഔട്ട് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഗ്രേഡിംഗ്. നെക്സ്റ്റ്, വെയർഹൗസിംഗ്. എന്താ വെയർഹൗസിംഗ് എന്ന് പറഞ്ഞാൽ സംഭരണശാല. ഹോൾസെയിലർ എടുത്ത് നല്ല, അല്ലെ, സംഭരണശാല ഉണ്ടായിരിക്കണം. എന്തിനാണ് ഈ വെയർഹൗസിംഗ്? നമ്മൾ പറയാറുണ്ട് ഗോഡൗൺ എന്നൊക്കെ കേൾക്കാറുണ്ട്. വെയർഹൗസിംഗ് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത്, ഒരു ഉൽപ്പന്നത്തെ കേടുവരാതെ, അല്ലെ, അത് പഴഞ്ചനായി പോവാതെ, അത് മോഷ്ടിക്കപ്പെടാതെ സൂക്ഷിച്ചു വെക്കുന്ന ആ പ്ലേസിനെ വിളിക്കുന്ന പേരാണ് വെയർഹൗസിംഗ് അഥവാ സംഭരണശാല. ഒരു പ്രൊഡക്റ്റ് കേടുവരാതെ, മോഷ്ടിക്കപ്പെടാതെ, പഴഞ്ചനായി പോവാതെ സൂക്ഷിച്ചു വെക്കുന്ന പ്ലേസിനെ വിളിക്കുന്ന പേരാണ് വെയർഹൗസിംഗ്. ഒരു ഹോൾസെയിലർ എടുത്ത് നിർബന്ധമായിട്ടും നല്ല സൗകര്യപ്രദമായിട്ടുള്ള വെയർഹൗസിംഗ് ഫെസിലിറ്റി ഉണ്ടായിരിക്കണം. നോക്കൂ, the goods are kept in warehouses for distribution to retailers as and when required. ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ്, ട്രാൻസ്പോർട്ടിങ്. എന്താ ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, അല്ലെ, +1 തന്നെ നമ്മൾ പഠിച്ചു വിവിധ തരത്തിലുള്ള ദി മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. അല്ലെ, നിഷാം സാറായിരിക്കും ക്ലാസ് എടുത്തിട്ടുണ്ടാവുക. ഏതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ രീതികൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ, റോഡ്, അല്ലെ, റോഡ് ഗതാഗതം, വായു ഗതാഗതം, ജലഗതാഗതം, അല്ലെ, പഠിച്ച ഓർമ്മണ്ട. റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഓർമ്മ, എയർ ട്രാൻസ്പോർട്ടേഷൻ, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ എന്താ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഉൽപാദകന്റെ കയ്യിൽ നിന്നും, പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്നും ഉൽപ്പന്നങ്ങള്, അല്ലെ, മാനുഫാക്ചേഴ്സിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണ് ട്രാൻസ്പോർട്ടേഷൻ. ഏറ്റവും ചിലവ് കുറഞ്ഞ ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ് ഏതാണ്? റെയിൽ ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ പഠിച്ച ഓർമ്മ ഉണ്ടാ? നോക്കൂ, ദി ഹോൾസെയിലേഴ്സ് ഫസ്റ്റ് മൂവ്സ് ദി ഗുഡ്സ് ഫ്രം പ്രൊഡ്യൂസർ ടു ഹിസ് ഗോഡൗൺ ആൻഡ് സെക്കൻഡ്ലി ഫ്രം ദർ ടു ബി റീറ്റെയിൽ ഷോപ്പ്. ആദ്യം പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് തൻ്റെ ഗോഡൗണിലേക്ക്, തൻ്റെ വെയർഹൗസിലേക്ക് എന്ത് ചെയ്യും? സാധനങ്ങൾ എത്തിക്കും. അവിടെ നിന്ന് ആരിലേക്ക് എത്തിക്കും? റീറ്റെയിലേഴ്സിലേക്ക് ഉൽപ്പന്നം എത്തിക്കും.
എത്തിക്കും. അതിന് വിളിക്കുന്ന പേരാണ് ട്രാൻസ്പോർട്ടിംഗ്, ഗതാഗതം. ഉൽപാദന സ്ഥലത്തു നിന്നും ഉപഭോഗ സ്ഥലത്തേക്ക് സാധനങ്ങൾ എത്തിക്കാനുള്ള മാർഗം. അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രൊഡ്യൂസറെ കയ്യിൽ നിന്ന് തൻ്റെ വെയർഹൗസിലേക്ക് ഹോൾസെയിലർ ഉൽപ്പന്നം എത്തിക്കും. അവിടെ നിന്ന് ഉൽപ്പന്നം എവിടേക്ക് എത്തിക്കും? റീറ്റെയിലേഴ്സിലേക്ക് എത്തിക്കും. ചില്ലറ കച്ചവടക്കാരിലേക്ക് എത്തിക്കും. നെക്സ്റ്റ് പോയിന്റ്, റിസ്ക് ബിയറിംഗ്. നഷ്ടസാധ്യത ഏറ്റെടുക്കുക. ഒരു ഹോൾസെയിലർ വിവിധ രൂപത്തിൽപ്പെട്ട വിവിധ തരത്തിൽപ്പെട്ട റിസ്ക്, എന്താ റിസ്ക് എന്ന് പറഞ്ഞ മക്കളെ? നഷ്ടസാധ്യത ഏറ്റെടുക്കുന്നു. എങ്ങനെയൊക്കെ ഇയാൾക്ക് ഇവിടെ നഷ്ടം സംഭവിക്കുക? ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് അഥവാ മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും. ഈ വാങ്ങിച്ച സാധനമൊക്കെ ചിലപ്പോൾ വെയർ ഹൗസിൽ ഒരാഴ്ച ഇരുന്നിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ വില കണ്ട് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇയാൾക്ക് നഷ്ടം സംഭവിക്കില്ലേ? ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ വാങ്ങിച്ച സാധനങ്ങൾ കേടുവന്നു പോയി കഴിഞ്ഞാൽ അയാൾക്ക് നഷ്ടം സംഭവിക്കും അല്ലെ? അതിന് ഡിമാൻഡ് കുറഞ്ഞു പോയാൽ നഷ്ടം സംഭവിക്കും. ഇങ്ങനെ വിവിധ തരത്തിലുള്ള നഷ്ടസാധ്യതകൾ ഏറ്റെടുക്കുന്നത് ആരാണ്? റീറ്റെയിലർ ആണോ? ചില്ലറ കച്ചവടക്കാരനാണോ? കസ്റ്റമർ ആണോ? അല്ല. ആരാണ് ഏറ്റെടുക്കുന്നത്? ഹോൾസെയിലർ ആണ് ഏറ്റെടുക്കുന്നത്. നോക്കൂ, ഹോൾസെയിലേഴ്സ് അസ്യൂം ദി റിസ്ക് അറൈസിങ് ഔട്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ മാറ്റം വരിക അല്ലെ? ഡിസ്ട്രക്ഷൻ ഓഫ് ഗുഡ്സ് തീപിടുത്തത്തിൽ ഗുഡ്സ് നശിച്ചു പോവുക അല്ലെ? മോഷണം സംഭവിക്കുക. ഇങ്ങനെ പല അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനിൽ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇത് വരിക. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടസാധ്യത ഏറ്റെടുക്കുന്നത് ആരാണ്? ഹോൾസെയിലർ ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ്, പ്രൈസിങ്. മാനുഫാക്ചേഴ്സ് അല്ലെ, പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഉൽപ്പന്നത്തിന്റെ വില നിശ്ചയിക്കുന്നത് ആരാണ്? ഹോൾസെയിലർ ആണ് അല്ലെ? മാനുഫാക്ചർ ഒരു വിലയ്ക്കാണ്ട് കൊടുക്കും. വിവിധ തരത്തിലുള്ള നഷ്ടസാധ്യത ഏറ്റെടുക്കുന്നത് ഹോൾസെയിലർ ആണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഹോൾസെയിലർക്കുണ്ട്. അതാണ് ദി ഹോൾസെയിലർ ഫിക്സ് ദി പ്രൈസ് ഓഫ് ദി ഗുഡ്സ് ഹി ഡീൽസ് ഇൻ ആൻഡ് ബേസ്ഡ് ഓൺ ദ റീറ്റെയിൽ ഡിറ്റർമിൻ ദി കൺസ്യൂമർ പ്രൈസ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പോയിന്റ്, ഫിനാൻസിങ്. എന്താ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ പെട്ടെന്ന് ഹോൾസെയിലർക്ക് കുറച്ച് ക്യാഷിന് ആവശ്യമായി വന്നു. അപ്പൊ ഇയാളുടെ വെയർ ഹൗസിൽ ഒരുപാട് എന്തുണ്ട്? നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഏലക്കായ ഉണ്ട്, അതുപോലെ തന്നെ കുരുമുളക് ഉണ്ട്. ഇങ്ങനെ വില കൂടിയിട്ടുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ ഇയാൾക്ക് ഫണ്ട് ആവശ്യമായി വരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇയാൾക്ക് ലോൺ എടുക്കണം, പൈസയ്ക്ക് ആവശ്യമുണ്ട്. അപ്പൊ ഇയാളുടെ വെയർ ഹൗസിലുള്ള ഉൽപ്പന്നങ്ങളുടെ ഈടിന്മേൽ ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പണം ശേഖരിക്കാൻ പറ്റും. ഓക്കെ ആണോ? അല്ലെങ്കിൽ ഇയാൾക്ക് എന്ത് ചെയ്യാ? ബൾക്കായിട്ട് ആരെടുത്തുന്ന ഹോൾസെയിലർ വാങ്ങിക്കുന്നത്? മാനുഫാക്ചർ ചെയ്യുന്നതാണ്. മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു നിശ്ചിത പീരീഡിനുള്ളിൽ ഒരു എമൗണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്രെഡിറ്റ്, കടത്തിനെങ്കിലും ഇയാൾക്ക് വാങ്ങാനായിട്ട് പറ്റും. നോക്കൂ, ദി ഹോൾസെയിലർ ഗീവ് ഫിനാൻഷ്യൽ ഹെൽപ്സ് ബോത്ത് ടു ദി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദി റീറ്റെയിലേഴ്സ്. ഇവിടെ ബുക്കിൽ പറയുന്നത് എങ്ങനെയാണ്? പ്രൊഡ്യൂസേഴ്സിനും അതേപോലെ തന്നെ റീറ്റെയിലേഴ്സിനും വിവിധ തരത്തിലുള്ള ധനസഹായം ആര് കൊടുക്കുന്നുണ്ട്? ഹോൾസെയിലർ കൊടുക്കും. അതുപോലെ തിരിച്ചും എന്തുണ്ടാവും? പ്രൊഡ്യൂസറും ഹോൾസെയിലർക്ക് കൊടുക്കാം? സഹായങ്ങൾ കൊടുക്കാം, റീറ്റെയിലേഴ്സിന് സഹായം കൊടുക്കാം. നമ്മുടെ ബുക്കിൽ പറയുന്നത് ഹോൾസെയിലർ മൊത്ത കച്ചവടക്കാരൻ മാനുഫാക്ചേഴ്സിനും അഥവാ പ്രൊഡ്യൂസേഴ്സിനും റീറ്റെയിലേഴ്സിനും കൊടുക്കുന്നു? ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകുന്നു. നെക്സ്റ്റ് പോയിന്റ്, കളക്ടിങ് ഇൻഫർമേഷൻ അല്ലേ? കളക്ടിങ് ഇൻഫർമേഷൻ. ഇനി ഏത് തരത്തിലുള്ള ഉൽപ്പന്നമാണ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്? മാർക്കറ്റ് റിസർച്ച് ചെയ്യുന്നത് ഹോൾസെയിലർ ആണ്. നോക്കൂ, ദേ കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ് ആൻഡ് പാസ് ഇറ്റ് ഓൺ ദി പ്രൊഡ്യൂസേഴ്സ്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത്? ഒരു ഹോൾസെയിലർ ചെയ്യുന്ന വിവിധ സേവനങ്ങൾ, അയാൾ ചെയ്യുന്ന വിവിധ ജോലികൾ, ഒരു ഹോൾസെയിലറുടെ പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും പോയിന്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. നിങ്ങളുടേതായ ലാംഗ്വേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഒരു ഹോൾസെയിലർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? അപ്പോൾ ആരാ ഹോൾസെയിലർ എന്ന് എൻ്റെ കൂടെ പറഞ്ഞ ആരാ ഹോൾസെയിലർ? മാനുഫാക്ചർ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് ഇങ്ങോട്ട് വാങ്ങിച്ച് കച്ചവടം നടത്തുന്ന ആ വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഹോൾസെയിലർ. ഇങ്ങനെ നടത്തുന്ന കച്ചവട രീതിയെ വിളിക്കുന്ന പേരാണ് ഹോൾസെയിൽ ട്രേഡ്. ഓക്കെ ആണോ? അപ്പം ഞാൻ ചൈനയിലെ ഉൽപ്പാദകന്റെ കയ്യിൽ നിന്ന് ബൾക്കായിട്ട് ടോയ്സ് ഐറ്റംസ് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യാണ് അല്ലേ? അപ്പോൾ ഈ ചൈനയിലെ ഉൽപ്പാദകൻ, അയാളെ വിളിക്കുന്ന പേരാണ് മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ. ആരാ വാങ്ങിക്കണേ? ഞാനാണ് വാങ്ങിക്കണേ. ഇന്നെ വിളിക്കുന്ന പേരാണ് ഹോൾസെയിലർ.
അപ്പോൾ ബൾക്കായിട്ട് ആരാണോ വാങ്ങിക്കുന്നത്, ഇങ്ങനെ കച്ചവടം നടത്തുന്നത് വാങ്ങിക്കുന്നത്, അയാളെ വിളിക്കുന്ന പേര് ഹോൾസെയിലർ. ഈ കച്ചവട രീതിയെ വിളിക്കുന്ന പേര് ഹോൾസെയിൽ ട്രേഡ്. ഞാനിത് വാങ്ങിച്ചിട്ട് ഹോൾസെയിലറായി ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ആർക്കാ കൊടുക്കുക? റീറ്റെയിലർക്കാണ് കൊടുക്കുക, ചില്ലറ കച്ചവടക്കാരനാണ്. അപ്പോൾ ഒരു ഹോൾസെയിലർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെ? പോയിന്റ് പഠിച്ചാൽ മതി. ഒന്നും കൂടിയും ഫസ്റ്റ് പോയിന്റ് ഏതാണ്? ബൈയിങ് ആൻഡ് അസംബ്ലി. നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. അപ്പോൾ എന്താണ് ബൈയിങ് ആൻഡ് അസംബ്ലി? ഞാൻ പറഞ്ഞു, ഒന്ന് പറഞ്ഞു നോക്കാം. എന്താ ബൈയിങ് ആൻഡ് അസംബ്ലി എന്ന് പറഞ്ഞാൽ? ഒന്ന് പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞാൽ മതി. ബൈയിങ് ആൻഡ് അസംബ്ലി ഒന്ന് പറഞ്ഞു നോക്കൂ. ബൈയിങ് ആൻഡ് അസംബ്ലി, ഒരു ഹോൾസെയിലർ ഡിഫറൻറ്റ് മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് ഒരുപോലെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു. ഇപ്പൊ ഞാനൊരു മാംഗോ ഹോൾസെയിലർ ആണ്. അപ്പൊ ഞാൻ വിവിധ മാംഗോ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് വിവിധ തരത്തിൽപ്പെട്ട മാംഗോ ശേഖരിക്കുന്നു. അതാണ് ഏത്? ബൈയിങ് ആൻഡ് അസംബ്ലി. ആരെ കയ്യിൽ നിന്നാണ് വാങ്ങിക്കുന്നത്? വ്യത്യസ്ത മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് ഹോൾസെയിലറായി ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിക്കണം. രണ്ടാമത്തെ ഗ്രേഡ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, കണ്ടന്റ്, ഡിസൈൻ ബേസ് ചെയ്തിട്ട് പ്രൊഡക്റ്റിനെ തരംതിരിക്കുന്നു. മാങ്ങ പൊട്ടിക്കണം ആലോചിക്കുക. ഇങ്ങനെ മാങ്ങ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച്, അല്ലേ, അതിൻ്റെ കളർ, പഴുത്തത് പഴുക്കാത്തത് കളറിനനുസരിച്ച്, അതിൻ്റെ സൈസിനനുസരിച്ച്, ക്വാളിറ്റിക്ക് അനുസരിച്ച് മാങ്ങ പൊട്ടിക്കുമ്പോൾ വീഴുന്നത് അടുത്ത കൊട്ടയിലേക്ക് മാറ്റണ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച്, സൈസിനനുസരിച്ച്, ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച്, ഡിസൈൻ അനുസരിച്ച് പ്രൊഡക്റ്റിനെ തരംതിരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് ഗ്രേഡിങ്. വെയർ ഹൗസിങ്, ഹോൾസെയിലർ മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ കേടുവരാതെ സൂക്ഷിച്ചു വെക്കാൻ സ്ഥലം വേണം. അത് ട്രാൻസ്പോർട്ടിങ്, ഗതാഗതം, അല്ലേ. ആദ്യം എവിടെ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കണ്? എങ്ങനെ? റെയിലിലോ അല്ലെങ്കിൽ റോഡ് ഗതാഗതമോ വഴി. ആരെടുന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കണ്? ഹോൾസെയിലർ ആരെടുന്ന് പ്രൊഡക്റ്റ് മേടിക്കണ്? ആരെടുന്ന്? മാനുഫാക്ചേഴ്സിന്റെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കണ്. പിന്നീട് ആർക്ക് കൊടുക്കണ്? ഹോൾസെയിലർ പിന്നീട് ആരെടുത്ത് പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കണ്? റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള മാർഗം, അല്ലേ. അടുത്ത റിസ്ക് ബിയറിങ്, വിവിധ തരത്തിലുള്ള നഷ്ടസാധ്യത ആര് ഏറ്റെടുക്കണ്? ഹോൾസെയിലർ ഏറ്റെടുക്കണേ. എങ്ങനെയൊക്കെ വിവിധ തരത്തിലുള്ള നഷ്ടസാധ്യതയാണ് ഇയാൾ ഏറ്റെടുക്കുന്നത്? വാങ്ങിച്ച സാധനങ്ങൾക്ക് ചിലപ്പോൾ, ഹോൾസെയിലർ വാങ്ങിച്ച സാധനങ്ങൾക്ക് ചിലപ്പം വില കുറയാം, അങ്ങനെ നഷ്ടസാധ്യത ഏറ്റെടുക്കണേ. പിന്നെന്താ? വാങ്ങിച്ച സാധനങ്ങൾ വെയർ ഹൗസിൽ ഇരുന്നിട്ട് കേടുവന്നു, പഴഞ്ചനായി പോയി, നഷ്ടസാധ്യത ഏറ്റെടുക്കേണ്ടി വരും. ഇത് ഹോൾസെയിലർ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ വേളയിൽ വിവിധ നഷ്ടസാധ്യതകൾ ഉണ്ടെങ്കിൽ അതും ഏറ്റെടുക്കേണ്ടി വരും. ഓക്കെയാണോ? നെക്സ്റ്റ്, പ്രൈസിങ്. ഹോൾസെയിലർ കളക്ട് ചെയ്യുന്ന ഉൽപ്പന്നം, അല്ലെ, പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് ഹോൾസെയിലർ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിന്റെ വില നിശ്ചയിക്കുന്നത് ഹോൾസെയിലർ ആണ്. പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നത് ഹോൾസെയിലർ ആണ്. നെക്സ്റ്റ്, ഫിനാൻസിങ്. എന്താ ഫിനാൻസിങ് എന്ന് പറഞ്ഞാൽ? വിവിധ തരത്തിലുള്ള സാമ്പത്തിക സഹായം ആർക്ക് നൽകുന്നു? ഹോൾസെയിലർ പ്രൊഡ്യൂസേഴ്സിനും അഥവാ മാനുഫാക്ചേഴ്സിനും റീറ്റെയിലേഴ്സിനും വിവിധ തരത്തിലുള്ള സഹായം നൽകുന്നു. നെക്സ്റ്റ്, കളക്ടിങ് ഇൻഫർമേഷൻ, അല്ലേ. മാർക്കറ്റിലെ പുതിയ ട്രെൻഡ് എന്താണ് തുടങ്ങിയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യുന്നു ആര്? ഹോൾസെയിലർ. അപ്പോൾ ഓക്കെയാണോ? പോയിന്റ് പഠിക്കുക, നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതി കൊടുത്താൽ മതി. ഒരു മൊത്ത കച്ചവടക്കാരൻ ചെയ്യുന്ന വിവിധ ജോലികളാണ്, അല്ലേ. നിങ്ങളുടെ നാട്ടിൽ മൊത്ത ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടാവും. ആ ഹോൾസെയിൽ ഷോപ്പുകാരൻ ചെയ്യുന്ന വിവിധ ജോലികളാണിത്. അങ്ങനെങ്കിലും മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ ഹോൾസെയിൽ ഷോപ്പുകളുണ്ട് ഇഷ്ടം പോലെ. ആ ഹോൾസെയിൽ ഷോപ്പിലെ ഹോൾസെയിലർ ചെയ്യുന്ന വിവിധ ജോലികളാണിത്. വാങ്ങിക്കണ്, തരംതിരിക്കണ്, വെയർ ഹൗസിൽ എടുത്ത് വയ്ക്കണ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അയാൾ ചെയ്യുന്നുണ്ട്, നഷ്ടസാധ്യത അയാൾ ഏറ്റെടുക്കുന്നുണ്ട്, വില അയാൾ നിശ്ചയിക്കുന്നുണ്ട്, അയാൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്, വിവിധ ഡാറ്റ ശേഖരിക്കുന്നുണ്ട്. ഇങ്ങനെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുക. വാരി വലിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കേണ്ട, പോയിന്റ് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെയാണോ? എന്തെങ്കിലും മനസ്സിലാവാത്ത ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറുള്ള ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നന്നായി പഠിച്ചു പോകണം, മാറിപ്പോവരുത്. നന്നായി നോക്കി പോകേണ്ട ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. 8 മാർക്കിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഏതൊക്കെ വർഷമാണ് ചോദിച്ചത് എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നമുക്ക് വിലയിരുത്താം. ഇത് ചോദിക്കാറുള്ള ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നല്ല ഇമ്പോർട്ടൻറ്റോട് കൂടി പഠിക്കുക. ചിലപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞതെന്ന് ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും ചിലപ്പം വരിക. 1 മാർക്കിനായിരിക്കും ചിലപ്പം ക്വസ്റ്റ്യൻ വരിക. എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ? ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിൽ
വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് ഏത് തരത്തിൽപ്പെട്ട കച്ചവട രീതിയാണ്? അല്ലെങ്കിൽ ബംഗ്ലാദേശും അമേരിക്കയും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് ഏത് തരത്തിൽപ്പെട്ട കച്ചവട രീതിയാണ്? കേരളവും പശ്ചിമ ബംഗാളും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് ഏത് തരത്തിൽപ്പെട്ട കച്ചവട രീതിയാണ്? അപ്പൊ കേരളവും പശ്ചിമ ബംഗാളാണെങ്കിൽ ഇന്റേണൽ ട്രേഡായി, അമേരിക്കയും ബംഗ്ലാദേശുമാണ് എന്നുണ്ടെങ്കിൽ അതേതായി? എക്സ്റ്റേണൽ ട്രേഡ്. ഓക്കെ ആണോ? പഠിച്ചല്ലോ. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നു. ഏതാണ് ആ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ സർവീസസ് ഓഫ് ഹോൾസെയിലേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തിന്റെ ശരിക്കും അർത്ഥം മനസ്സിലാക്ക്. സർവീസസ് ഓഫ് ഹോൾസെയിലർ. ഹോൾസെയിലർ രണ്ട് കൂട്ടർക്ക് സഹായം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൂട്ടർക്ക് എന്തൊക്കെ സർവീസസ് ആണ് ചെയ്യുന്നത്, മറ്റേ കൂട്ടർക്ക് എന്തൊക്കെ സർവീസസ് ആണ് ചെയ്യുന്നത്, അങ്ങനെ തന്നെ ഇത് മനസ്സിലാവുള്ളൂ. നോക്കിക്കോ, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. മൊത്ത കച്ചവടക്കാരൻ അഥവാ ഹോൾസെയിലർ. ഹോൾസെയിലറിന്റെ മലയാളം മുഴുവനായിട്ട് കച്ചവടം നടത്തുന്നതാണ് അല്ലെ. മൊത്ത കച്ചവടക്കാരൻ അഥവാ ഹോൾസെയിലർ പ്രൊഡ്യൂസേഴ്സിന് ചെയ്യുന്ന സഹായം എന്ത്? പ്രൊഡ്യൂസർ ആരാ? മാനുഫാക്ചർ എന്നാണ് മറ്റൊരു വേർഡ്. പ്രൊഡ്യൂസറിന്റെ മറ്റൊരു വേർഡ് മാനുഫാക്ചർ എന്നാണ്. അപ്പൊ ഒരു ഹോൾസെയിലർ മാനുഫാക്ചേഴ്സിന് എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യുന്നത്? സർവീസസ് ആണ് ചെയ്യുന്നത്. ഹോൾസെയിലർ റീറ്റെയിലേഴ്സിന് എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്യുന്നത്? റീറ്റെയിലർ എന്ന് പറഞ്ഞാൽ ചില്ലറ കച്ചവടക്കാരൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അങ്ങനെ തന്നെ മക്കൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. വീണ്ടും വീണ്ടും സാറ് പറയണു ഹെഡിങ് എങ്ങനെയാണ് വരിക? സർവീസസ് ഓഫ് ഹോൾസെയിലേഴ്സ്. സർവീസസ് ഓഫ് ഹോൾസെയിലർ, ഒരു ഹോൾസെയിലർ ചെയ്യുന്ന സർവീസസ്, സേവനങ്ങൾ അല്ലെ. ഹോൾസെയിലർ ആൻഡ് ഇൻവാല്യുബിൾ സർവീസസ് ടു ആർക്കൊക്കെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസേഴ്സിനും ചെയ്യുന്നുണ്ട്, റീറ്റെയിലേഴ്സിനും ചെയ്യുന്നുണ്ട്. അപ്പൊ സാറ് വീണ്ടും വീണ്ടും പറയണു, മനസ്സിലാവണം, ഇങ്ങനെ മനസ്സിലാക്കണം. ഒരു ഹോൾസെയിലർ രണ്ടു കൂട്ടർക്ക് സഹായം ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസേഴ്സിന്റെ മറ്റൊരു വേർഡാണ് മാനുഫാക്ചേഴ്സിന് സഹായം ചെയ്യുന്നുണ്ട്. വേറൊരാൾക്കും കൂടി സഹായം ചെയ്യുന്നുണ്ട്, റീറ്റെയിലേഴ്സിനും സഹായം ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ആർക്കൊക്കെ സഹായങ്ങളാ ചെയ്യണത്? ഹോൾസെയിലറെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഹോൾസെയിലർ ആർക്കൊക്കെ സഹായം ചെയ്യണത്? പ്രൊഡ്യൂസേഴ്സിന് അഥവാ മാനുഫാക്ചേഴ്സിന് സഹായം ചെയ്യുന്നുണ്ട്. പിന്നെ ആർക്ക് സഹായം ചെയ്യുന്നുണ്ട്? റീറ്റെയിലേഴ്സിന്, ചില്ലറ കച്ചവടക്കാരന്. ഓക്കെ, നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോണു. ഇതാണ് നമ്മൾ പഠിക്കാൻ പോണത്. സർവീസസ് ടു ആർക്ക്? പ്രൊഡ്യൂസേഴ്സ്. ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാം മാനുഫാക്ചേഴ്സിനായിരിക്കും കേട്ടോ. അപ്പൊ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാലും മാനുഫാക്ചേഴ്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ കേട്ടോ മക്കളെ. ഈ ടീച്ചർ ചിലപ്പോൾ മാനുഫാക്ചേഴ്സ് എന്നാവും എഴുതി തരും. അപ്പൊ ഈ സാറ് ഇതെന്താ പഠിപ്പിക്കാൻ ഡൗട്ട് വരണ്ട. മാനുഫാക്ചേഴ്സ് എന്ന് പറഞ്ഞാലും പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ ആർക്ക് ചെയ്യുന്ന സഹായം നമ്മൾ പഠിച്ചു അല്ലെ. ആർക്ക് ചെയ്യുന്ന സഹായം അല്ലെ. ആർക്ക് ചെയ്യുന്ന സഹായം പഠിച്ചല്ലോ. സർവീസസ് ടു പ്രൊഡ്യൂസേഴ്സ് അല്ലെ. അപ്പൊ ഒരു ഹോൾസെയിലർ പ്രൊഡ്യൂസർക്ക്, മാനുഫാക്ചേഴ്സിന് എന്തൊക്കെ സഹായമാണ് ചെയ്യുന്നത്? വീണ്ടും, ഒരു ഹോൾസെയിലർ പ്രൊഡ്യൂസേഴ്സിന് എന്തൊക്കെ സഹായമാണ് ചെയ്യുന്നത്? ഫസ്റ്റ് പോയിന്റ് ഏതാ? ഫസ്റ്റ് പോയിന്റ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. രണ്ടാമത്തെ പോയിന്റ് ബൾക്ക് പർച്ചേസ്. മൂന്നാമത്തെ പോയിന്റ് റെഡി മാർക്കറ്റ്. നെക്സ്റ്റ് പ്രൊവൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി. നെക്സ്റ്റ് പ്രൊവൈഡ് ഫിനാൻസ്. പോയിന്റ് പഠിക്കുക, നിങ്ങളേതായ ലാംഗ്വേജിൽ ഇത് എഴുതാൻ പറ്റും, ഞാൻ പറഞ്ഞ രൂപത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ. നെക്സ്റ്റ് റിസ്ക് ടേക്കിംഗ്. നെക്സ്റ്റ് മാർക്കറ്റ് ഇൻഫോർമേഷൻ. നെക്സ്റ്റ് പോയിന്റ് മാർക്കറ്റ് ഇൻഫർമേഷൻ. അപ്പൊ എന്തൊക്കെ സഹായം, എങ്ങനെയൊക്കെയാണ് സഹായം ചെയ്യുന്നത്? ഒന്ന് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. നെക്സ്റ്റ് ബൾക്ക് പർച്ചേസ്. നെക്സ്റ്റ് റെഡി മാർക്കറ്റ്. നെക്സ്റ്റ് പ്രൊവൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി. നെക്സ്റ്റ് പ്രൊവൈഡ് ഫിനാൻസ്. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ. നെക്സ്റ്റ് റിസ്ക് ടേക്കിംഗ്. നെക്സ്റ്റ് മാർക്കറ്റ് ഇൻഫർമേഷൻ. ഏതെങ്കിലും തരത്തിലുള്ള കോഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക മക്കളെ. പി വെച്ചിട്ട് ഏതൊക്കെയുള്ള 3 വേർഡ് P3 വെച്ചിട്ടുണ്ട്. 3 Pയിൽ തുടങ്ങുന്ന 3 വേർഡ് ഉണ്ട്. പ്രൊവൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, പ്രൊവൈഡ് ഫിനാൻസ് ഇല്ലേ, പ്രൊവൈഡ് 2 വേർഡ് ഉള്ളൂ കേട്ടോ. അപ്പോൾ P2 ആണുള്ളൂ. ഓക്കെ, P2 ഉള്ളൂ കേട്ടോ, P3 ഇല്ല. അപ്പോൾ ഏതൊക്കെയാണ്?
പ്രൊവൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, പ്രൊവൈഡ് ഫിനാൻസ്, ട്രാൻസ്പോർട്ടേഷൻ, റിസ്ക് ടേക്കിംഗ്, മാർക്കറ്റ് ഇൻഫർമേഷൻസ്, ബൾക്ക് പർച്ചേസ്, റെഡി മാർക്കറ്റ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. മാർക്കറ്റ് ഇൻഫർമേഷൻ, റിസ്ക് ടേക്കിംഗ് ഒക്കെ അതിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പഠിക്കാൻ പോണത്? എങ്ങനെയാണ് ഒരു ഹോൾസെയിലർ, ഒരു മൊത്ത കച്ചവടക്കാരൻ, ഒരു ഹോൾസെയിലർ മാനുഫാക്ചർക്ക് അഥവാ പ്രൊഡ്യൂസർക്ക് എന്തെല്ലാം സഹായങ്ങളാണ് ചെയ്യുന്നത്? കിട്ടിയല്ലോ? യെസ്. ഒന്നാമത്തെ പോയിന്റ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആർക്കുള്ളൊരു സഹായമാണിത്? ആർക്ക് കൊടുക്കുന്ന സഹായ? ഹോൾസെയിലർ ഉൽപാദകന് നൽകുന്ന ഒരു സഹായമാണ്. ഉൽപാദകനോട് ഹോൾസെയിലർ ആണ്ട് പറയും, നിങ്ങൾ ബൾക്കായിട്ട് പ്രൊഡക്റ്റ് ഉണ്ടായിക്കോളി, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് മുഴുവനും ഞാൻ വാങ്ങിച്ചോളാം, അല്ലേ? ഇപ്പോൾ ഹോൾസെയിലർ ഒരു കൃഷിക്കാരൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, പ്രൊഡ്യൂസറാണ് അല്ലേ, മാനുഫാക്ചറാണ് കൃഷിക്കാരൻ. ആ കൃഷിക്കാരനോട് പറയാണ്, നിങ്ങൾ ഈ ഒരു 2-3 ഏക്കർ സ്ഥലം ഉണ്ടല്ലോ, നിങ്ങളെ ഈ 3 ഏക്കർ സ്ഥലത്ത് മുഴുവനും നിങ്ങൾ ക്യാരറ്റ് കൃഷി ചെയ്തോളൂ. ഈ കൃഷി ചെയ്ത ക്യാരറ്റിന് ആളെ കണ്ടെത്തേണ്ട ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല, ഇതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. ഒരു സഹായമല്ലേ? കാരണം പ്രൊഡ്യൂസർ കൃഷി ചെയ്ത എല്ലാ സാധനവും ആര് മേടിക്കും? ഹോൾസെയിലർ മേടിക്കും. അതാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. അയാൾക്കാണ് കൃഷിയാണ്ട് ചെയ്താൽ മതി. ആർക്ക്? പ്രൊഡ്യൂസർക്ക്, മാനുഫാക്ചർക്ക്. അത് മുഴുവനും ഹോൾസെയിലർ വാങ്ങിക്കും. അതൊരു സഹായമല്ലേ? യെസ്. നോക്കൂ, ബൾക്ക് ഓർഡേഴ്സ് ഫ്രം ഹോൾസെയിലേഴ്സ് എനേബിൾ പ്രൊഡ്യൂസേഴ്സ് ടു ഹാവ് ബെനിഫിറ്റ്സ് ഓഫ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ബൾക്കായിട്ടുള്ള ഓർഡർ കൊടുക്കും അല്ലേ? ബൾക്കായിട്ടുള്ള ഓർഡർ ആർക്ക് കൊടുക്കും? ഹോൾസെയിലർ ആർക്ക് കൊടുക്കും? പ്രൊഡ്യൂസേഴ്സിന് കൊടുക്കും. അപ്പോൾ അയാൾക്ക് എന്താണ്? അതിനൊരു ബെനിഫിറ്റ് ഉണ്ട്. വലിയ അളവിൽ ബൾക്കായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കിയ സാധനം മുഴുവനും ഹോൾസെയിലർ വാങ്ങിക്കും. ഓക്കെ, അതാണ് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. രണ്ടാമത്തെ പോയിന്റ്, ബൾക്ക് പർച്ചേസ്. എന്താ ബൾക്ക് പർച്ചേസ്? ഹോൾസെയിലർ റിസോർട്ട് ടു ബൾക്ക് പർച്ചേസ്, ആശ്രയിക്കുകയാണ് അല്ലേ? ബൾക്ക് പർച്ചേസ് അല്ലേ? എന്താ ബൾക്ക് പർച്ചേസ്? ബൾക്കായിട്ട് അല്ലേ, ഓരോ റീറ്റെയിലേഴ്സിനെയും കണ്ടെത്തേണ്ട ആവശ്യമില്ല, മൊത്തം അങ്ങോട്ട് വാങ്ങിക്കും അല്ലേ? കൃഷി ചെയ്ത മുഴുവനും ആര് വാങ്ങിക്കും? ബൾക്കായിട്ട് വലിയ അളവിൽ ആര് വാങ്ങിക്കും? ഹോൾസെയിലർ വാങ്ങിക്കും. ഫസ്റ്റ് പോയിന്റ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. വലിയ അളവിൽ ഉൽപാദനം നടത്താൻ സാധിക്കണേ. ഈ ഉൽപ്പാദിപ്പിച്ച സാധനം ബൾക്കായിട്ട് വലിയ അളവിൽ തന്നെ മുഴുവൻ സാധനങ്ങൾ ആര് വാങ്ങിക്കണേ? ഹോൾസെയിലർ വാങ്ങിക്കണേ. നെക്സ്റ്റ്, റെഡി മാർക്കറ്റ്. എന്താ റെഡി മാർക്കറ്റ്? നോക്കൂ, ദ ഹോൾസെയിലേഴ്സ് പ്രൊവൈഡ് എ റെഡി മാർക്കറ്റ് ഫോർ ദി മാസ് പ്രൊഡ്യൂസർ ഗുഡ്സ് അല്ലേ? മാസ് പ്രൊഡ്യൂസർ ഗുഡ്സ്. വലിയ അളവിൽ കൃഷി ചെയ്ത എല്ലാ സാധനങ്ങളും ഹോൾസെയിലർ എന്ത് ചെയ്യുന്നു? ആ സാധനങ്ങൾക്കൊക്കെ റെഡി മാർക്കറ്റ് ഉണ്ട്. ആദ്യമേ പറയും, അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ അല്ലേ? ഏക്കറക്കണക്കിന് സ്ഥലത്താവും കൃഷി ചെയ്യുക. ആദ്യം തന്നെ അല്പം വലിയൊരു അഡ്വാൻസ് ആണ് കൊടുത്തിട്ടുണ്ടാവും. ഒരു 5 ലക്ഷം 3 ലക്ഷം ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ബാക്കി കൃഷി ചെയ്ത് അതിന് ശേഷം ബാക്കി പൈസ തരാമെന്ന് പറയും. അപ്പോൾ എല്ലാം ഒരു റെഡി മാർക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആര്? ഹോൾസെയിലർ. നെക്സ്റ്റ് പോയിന്റ്, പ്രൊവൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് അല്ലേ? ഈ പ്രൊഡ്യൂസർ അഥവാ മാനുഫാക്ചർ കൃഷി ചെയ്ത സാധനങ്ങൾക്ക് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾക്ക് ആര് വെയർഹൗസ് ഫെസിലിറ്റീസ് നൽകും അല്ലെങ്കിൽ സ്റ്റോറേജ് ഫെസിലിറ്റീസ് നൽകും? ആര്? ഹോൾസെയിലർ ഫെസിലിറ്റീസ് കൊടുക്കും. നോക്കൂ, പ്രൊഡ്യൂസേഴ്സ് ഡു നോട്ട് ഹാവ് ടു മേക്ക് അറേഞ്ച്മെന്റ് ഫോർ വെയർ ഹൗസിംഗ് അല്ലേ? പ്രൊഡ്യൂസർ റിസ്ക് എടുക്കണ്ട വെയർ ഹൗസിംഗ് ഫെസിലിറ്റിയെ സംബന്ധിച്ച്. ആരെടുക്കും? ബിക്കോസ് ഗുഡ്സ് ആർ ലിഫ്റ്റഡ് ബൈ ഹോൾസെയിലേഴ്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദേ ആർ പ്രൊഡ്യൂസർ. ഉണ്ടാ ഇങ്ങനെ മനസ്സിലാക്കുക. വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട് ആശങ്ക ആർക്ക് വേണ്ട? പ്രൊഡ്യൂസേഴ്സിന് അഥവാ മാനുഫാക്ചേഴ്സിന് വേണ്ട. വെയർ ഹൗസിംഗ് ഫെസിലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ റിസ്ക്കും ആരേറ്റെടുക്കും? ഹോൾസെയിലർ ഏറ്റെടുക്കും. അത് വെച്ചിട്ടുണ്ട് എഴുതുക. ഓക്കെ, നെക്സ്റ്റ്, പ്രൊവൈഡ് ഫിനാൻസ്. പ്രൊവൈഡ് ഫിനാൻസ്, പണം കൊടുക്കുന്നു. എങ്ങനെ പ്രൊവൈഡ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ, ഈ ഹോൾസെയിലർ പ്രൊഡ്യൂസേഴ്സിന് ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് ഫിനാൻസ് കൊടുക്കും. അഡ്വാൻസ് ഒക്കെ ആയിട്ട് ചിലപ്പം പണം കൊടുക്കും അല്ലേ? അഡ്വാൻസ് ആയിട്ട് പണം കൊടുക്കും. ഓക്കെയാണോ? നോക്കൂ, ദി ഹോൾസെയിലേഴ്സ് മേക്ക് റെഡി പേയ്മെന്റ് ഫോർ പർച്ചേസസ് ആൻഡ് ഈവൻ അഡ്വാൻസ് മണി ടു മാനുഫാക്ചേഴ്സ്. മാനുഫാക്ചേഴ്സിന് പ്രൊഡ്യൂസേഴ്സിന് അഡ്വാൻസ് ആയിട്ടുള്ള പണം
ഹോൾസെയിലർ കൊടുക്കുന്ന അർത്ഥം. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെ, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട റിസ്ക്, ഗതാഗത സൗകര്യങ്ങൾ അല്ലെ, ആ കൃഷി ചെയ്ത സ്ഥലത്ത് ആ ഉൽപ്പന്നം അവിടെ കൃഷി ചെയ്തിട്ട് അവിടെ ഇട്ടാൽ മതി, അത് ആര് വന്ന് കളക്ട് ചെയ്യും? ഹോൾസെയിലർ വന്ന് കളക്ട് ചെയ്തിട്ട് അയാളെ വെയർ ഹൗസ് കൊണ്ടുപോയിക്കും. ഓക്കെ, അപ്പോൾ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഡെലിവറി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ടേക്കൺ അപ്പ് ബൈ ദി ഹോൾസെയിലർ അല്ലെ. എന്താണ്? സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസിന്റെ സപ്ലൈ ആൻഡ് ഡെലിവറി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ ടേക്കൺ ബൈ ദി ഹോൾസെയിലർ. അങ്ങനെ എഴുതിയാലും മതി. ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട എല്ലാ റിസ്ക്കും പ്രൊഡ്യൂസർ അല്ല വഹിക്കേണ്ടത്, ആര് ഏറ്റെടുക്കും? ഹോൾസെയിലർ ഏറ്റെടുക്കും എന്ന് എഴുതിയാൽ മതി. നെക്സ്റ്റ് റിസ്ക് ടേക്കിംഗ് അല്ലെ, റിസ്ക് ടേക്കിംഗ് നഷ്ടസാധ്യത ഏറ്റെടുക്കുക. കൃഷി ആദ്യമേ പറയും 3 ഏക്കർ സ്ഥലത്ത് ക്യാരറ്റ് അല്ലെങ്കിൽ ബീട്രൂട്ട് അല്ലെങ്കിൽ ക്യാബേജ് കൃഷി ചെയ്തോളൂ, അഡ്വാൻസ് ആയിട്ട് ഇതാ 2 ലക്ഷം രൂപ എന്നാണ് കൊടുക്കും. അതിനുശേഷം കൃഷി ചെയ്ത ക്യാരറ്റോ ബീട്രൂട്ടോ ക്യാബേജോ പെട്ടെന്ന് ഡിമാൻഡ് കുറഞ്ഞ് ആളുകൾ വാങ്ങിക്കണില്ല, അല്ലെങ്കിൽ കേട് വന്ന്, അപ്പോൾ ആ റിസ്ക് ആരെ ഏറ്റെടുക്കും? അഡ്വാൻസ് കൊടുത്തു, ചിലപ്പോൾ 5 ലക്ഷം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ കച്ചവടവുമായി ബന്ധപ്പെട്ട റിസ്ക്, നഷ്ടസാധ്യത, റിസ്ക് ടേക്കിംഗ്, നഷ്ടസാധ്യത ആര് ഏറ്റെടുക്കും? ഹോൾസെയിലർ ഏറ്റെടുക്കും. നോക്കൂ, ആസ് ദി ഹോൾസെയിലർ പർച്ചേസ് ദി എൻറ്റയർ ഗുഡ്സ് ഇമ്മീഡിയറ്റ്ലി ഓൺ ദി പ്രൊഡക്ഷൻ ദ ടേക്ക് ദി റിസ്ക് ഓഫ് ലോസ്. എല്ലാ പ്രൊഡക്റ്റും, കൃഷി ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും ഹോൾസെയിലർ കളക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാ റിസ്ക്കും ആര് ഏറ്റെടുക്കും? നമ്മുടെ ഹോൾസെയിലർ ഏറ്റെടുക്കും. നെക്സ്റ്റ് മാർക്കറ്റ് ഇൻഫർമേഷൻ അല്ലെ, ഏത് പ്രൊഡക്റ്റിനാണ് ഡിമാൻഡ് കൂടുതൽ, കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡ് എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്താണ്, ഇതൊക്കെ കളക്ട് ചെയ്യുന്നത് ആരാണ്? ഹോൾസെയിലറാണ്. അല്ലാതെ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ മറ്റൊരു പേര് മാനുഫാക്ചറോ അല്ല. ഈ കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡ്, കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് എല്ലാം ആരാണ് കളക്ട് ചെയ്യുക? ഹോൾസെയിലറാണ്. അതുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ആര്? മാനുഫാക്ചർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ. ഓക്കെ, the wholesaler collect information regarding taste and fashion of consumers from the retailers and passes to on the producers. ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടി പോയിന്റ് പറയാൻ പോകുന്നു സാറ്, ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക, നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാം. സർവീസസ് ഓഫ് ഹോൾസെയിലേഴ്സ് എന്നാണ് ഹെഡിങ്. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല മക്കളെ. സർവീസസ് ഓഫ് ഹോൾസെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ ഹോൾസെയിലർ കൊടുക്കുന്ന സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഹോൾസെയിലറുടെ സഹായങ്ങൾ, 2 കൂട്ടരെ ഹോൾസെയിലർ സഹായിക്കുന്നുണ്ട്. മൊത്ത കച്ചവടക്കാരൻ 2 പേരെ സഹായിക്കുന്നുണ്ട്. ആരൊക്കെ? പ്രൊഡ്യൂസേഴ്സിനെ, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഉൽപാദകൻ അഥവാ മാനുഫാക്ചറർ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ റീറ്റെയിലർ ആരാണ്? ചില്ലറ കച്ചവടക്കാരനെ സഹായിക്കുന്നുണ്ട്. അത് നമ്മൾ ആദ്യം പഠിക്കാൻ പോണ് സർവീസസ് ഓഫ് പ്രൊഡ്യൂസേഴ്സ്. സർവീസസ് ഓഫ് പ്രൊഡ്യൂസർ. ഒരു ഹോൾസെയിലർ പ്രൊഡ്യൂസറെ എങ്ങനെയൊക്കെ സഹായിക്കണ്, ഉൽപാദകനെ എങ്ങനെയൊക്കെ സഹായിക്കണ്, ഇങ്ങനത്തെ ഈ ചിന്ത മനസ്സിലേക്ക് വന്ന പോയിന്റ് പഠിച്ചങ്ങൾക്കൊക്കെ എഴുതാൻ പറ്റും. എങ്ങനെയൊക്കെ സഹായിക്കണ്? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ബൾക്ക് പർച്ചേസ്, റെഡി മാർക്കറ്റ്, പ്രൊവൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് അല്ലെ, പ്രൊവൈഡ് ഫിനാൻസ്, ട്രാൻസ്പോർട്ടേഷൻ, റിസ്ക് ഏറ്റെടുക്കും, മാർക്കറ്റ് ഇൻഫർമേഷൻ. ഓക്കെ ആണോ? അപ്പോൾ ഒന്നും കൂടി നമ്മൾ ഈ ചാപ്റ്റർ ഫസ്റ്റ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ഡൗട്ട് ആവണ്ട, സിമ്പിളാണ്, ഡൗട്ട് ആവേണ്ട ആവശ്യമില്ല. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് 10ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് പ്രധാനപ്പെട്ടൊരു ചാപ്റ്ററാണിത്. പഠിച്ചിരിക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്, 14 മാർക്കിനോളം ചോദിക്കുന്നതാണ്. നമുക്ക് ചാപ്റ്ററിലേക്ക് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പോയി വരാം. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇന്റേണൽ ട്രേഡ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇന്റേണൽ ട്രേഡ്. ഓക്കെ ആണോ? ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇന്റേണൽ ട്രേഡ്. അപ്പോൾ എന്താണ് ട്രേഡ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രോഫിറ്റ്. ഇംഗ്ലീഷ് പഠിക്കട്ടാ, മലയാളം ഒഴിവായിക്കാളി. എന്താ ഇന്റേണൽ ട്രേഡ്? ഫസ്റ്റ് നമ്മൾ എന്താ പഠിക്കുന്നത്? ട്രേഡ് പഠിച്ചല്ലോ. ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ എ പ്രോഫിറ്റ്. ലാഭത്തിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ട്രേഡ്. ട്രേഡിന് എത്രയായി തരംതിരിക്കുന്നു? 2ആയി തരംതിരിക്കുന്നു. ഇന്റേണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്.
ഒരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ട്രേഡ്. നോക്കൂ, ട്രേഡ് വിച്ച് ടേക്ക് പ്ലേസ് വിത്തിൻ എ കൺട്രി ഈസ് കോൾഡ് ഇന്റേണൽ ട്രേഡ്. അല്ലെങ്കിൽ ഇൻ സച്ച് ടൈപ്പ് ഓഫ് ട്രേഡ് ബോത്ത് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ബിലോങ് ടു ദി സെയിം കൺട്രി. ഒരു രാജ്യത്തിനുള്ളിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ഇന്റേണൽ ട്രേഡ്. ഇനി ഇന്റേണൽ ട്രേഡിനെ രണ്ടായി തരംതിരിക്കുന്നു. അപ്പൊ ട്രേഡിനെ അങ്ങനെ തന്നെ എഴുതി പഠിക്കുക. ട്രേഡിനെ രണ്ടായി തരംതിരിക്കുന്നു: ഇന്റേണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്. വീണ്ടും ഇന്റേണൽ ട്രേഡിനെ രണ്ടായി തരംതിരിക്കുന്നു: ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ്. അങ്ങനെ തന്നെ മക്കളെ എഴുതി പഠിക്കുക. ഇനി എന്താണ് ഹോൾസെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ? പ്രൊഡ്യൂസറെ കയ്യിൽ നിന്ന് അഥവാ മാനുഫാക്ചറെ കയ്യിൽ നിന്ന് അല്ലെ ബൾക്കായിട്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് കച്ചവടം നടത്തുന്ന രീതിയെ വിളിക്കുന്ന പേരാണ് ഹോൾസെയിൽ ട്രേഡ്. ഇങ്ങനെ കച്ചവടം നടത്തുന്ന വ്യക്തിയെ വിളിക്കുന്ന പേരാണ് ഹോൾസെയിലർ. അപ്പൊ റീറ്റെയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോൾസെയിലറെ കയ്യിൽ നിന്ന് സ്മോൾ ക്വാണ്ടിറ്റിയിൽ ആര് മേടിക്കും? ഹോൾസെയിലർ എടുത്തുനിന്ന് സ്മോൾ ക്വാണ്ടിറ്റിയിൽ ആര് മേടിക്കും? റീറ്റെയിലർ മേടിക്കും. എന്നിട്ട് കസ്റ്റമേഴ്സിന് കൊടുക്കുക. ഓക്കെ ആണോ? ഹോൾസെയിൽ ട്രേഡ് എന്താന്ന് പഠിച്ചു. ഓക്കെ ആണോ? ഇനി ഒരു മൊത്ത കച്ചവടക്കാരൻ, ഒരു ഹോൾസെയിലർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? ഒരു ഹോൾസെയിലർ ചെയ്യുന്ന ജോലികൾ ഒരു മൊത്തമായിട്ട് വാങ്ങിയിട്ട് കച്ചവടം നടത്തുന്ന, പ്രൊഡ്യൂസറെ കയ്യിൽ നിന്ന് മൊത്തമായിട്ട് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് കച്ചവടം നടത്തുന്ന ഹോൾസെയിലർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണ്? ബയ്യിങ് ആൻഡ് അസംബ്ലിങ്, വാങ്ങുക, ശേഖരിക്കുക. ഗ്രേഡിങ്, വെയർഹൗസിങ്, ട്രാൻസ്പോർട്ടിങ്, റിസ്ക് ബിയറിങ്, പ്രൈസിങ്, ഫിനാൻസിങ്, കളക്ടിങ് ഇൻഫർമേഷൻ. നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതിയാൽ മതി. കാണാതെ എക്സ്പ്ലനേഷൻ പഠിക്കേണ്ട. പോയിന്റ് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ അല്ല. വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലേഴ്സ് എന്നുള്ളത്. അത് എക്സ്പ്ലനേഷൻ ജസ്റ്റ് നോക്കുക. നോട്ട് അയച്ചു തരുമ്പോൾ അതിന് ജസ്റ്റ് നോക്കുക. അത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു. എന്താ? സർവീസസ് ഓഫ് ഹോൾസെയിലർ. ഒരു മൊത്ത കച്ചവടക്കാരൻ, ഒരു ഹോൾസെയിലർ രണ്ട് കൂട്ടർക്ക് വിവിധ സഹായങ്ങൾ, വിവിധ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസർക്ക് അല്ലെങ്കിൽ മാനുഫാക്ചർക്ക്, അല്ലെങ്കിൽ മറ്റൊരാളാരാണ്? റീറ്റെയിലർക്ക്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ചത് ആർക്കുള്ള സഹായം? നമ്മൾ ഇന്ന് പഠിച്ചത് ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്ക് ഒരു ഹോൾസെയിലർ എന്തൊക്കെ സഹായമാണ് നൽകുന്നത്? ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ബൾക്ക് പർച്ചേസ്, റെഡി മാർക്കറ്റ്, പ്രൊവൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റി, പ്രൊവൈഡ് ഫിനാൻസ്, ട്രാൻസ്പോർട്ടേഷൻ, റിസ്ക് ടേക്കിംഗ്, മാർക്കറ്റ് ഇൻഫർമേഷൻ. ഇനി ആർക്കുള്ള സഹായമാണ്? ഇപ്പോൾ ആർക്കുള്ള സഹായമാണ് പഠിച്ചത്? പ്രൊഡ്യൂസേഴ്സിനുള്ള പഠിച്ചു. ഇനി ആർക്കുള്ള പഠിക്കാണ്ട്? ഒരു ഹോൾസെയിലർ റീറ്റെയിലേഴ്സിന് കൊടുക്കുന്ന പ്രധാനപ്പെട്ട സർവീസസ് എന്തൊക്കെയാണ്? ഇതാണ് നമുക്ക് സർവീസസ് ഓഫ് ഹോൾസെയിലേഴ്സ് ആർക്ക് കൊടുക്കുന്നത്? ഈ സർവീസസ് ടു റീറ്റെയിലേഴ്സിന് കൊടുക്കണം. ചില്ലറ കച്ചവടക്കാരൻ എന്തൊക്കെ സർവീസസ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് തൽക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇന്റേണൽ ട്രേഡ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. 14 മാർക്കിനോളം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. നന്നായി സമയം കണ്ടെത്തി പഠിക്കണം. നമ്മുടെ 3rd ചാപ്റ്ററൊക്കെ പ്രൈവറ്റ്, പബ്ലിക്, ഗ്ലോബൽ എന്റർപ്രൈസസിനൊക്കെ കുറച്ച് സമയം കൊടുത്താലും മതി. ഈ ചാപ്റ്ററിനൊക്കെ കൂടുതൽ സമയം കണ്ടെത്തി പഠിക്കണം. 14 മാർക്കിനൊക്കെ വരുന്നതാണ്. വലിയൊരു പെർസെൻറ്റേജ് ഇതിന്ന് വരുന്നതാണ്. ഇപ്പം നമ്മൾ എന്തൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്? ഫസ്റ്റ് ട്രേഡ് എന്താന്ന് പഠിച്ചു. ഓക്കെ, ബുക്ക് നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കൂ. ട്രേഡ് എന്താന്ന് പഠിച്ചു. പിന്നെ ട്രേഡിനെ ക്ലാസിഫൈ ചെയ്തു രണ്ടായിട്ട്. ഏതൊക്കെയാണ്? ഇന്റേണൽ ട്രേഡ്, എക്സ്റ്റേണൽ ട്രേഡ്. ഓക്കെ, ഇനി ഇന്റേണൽ ട്രേഡിനെ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നു. പഠിച്ച ഹോൾസെയിൽ ട്രേഡ്, റീറ്റെയിൽ ട്രേഡ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് പഠിച്ചു? ഒരു ഹോൾസെയിലർ മൊത്ത കച്ചവടക്കാരൻ ചെയ്യുന്ന വിവിധ ജോലികൾ എന്തൊക്കെയെന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഹോൾസെയിലർ രണ്ട് കൂട്ടർക്ക് സഹായം ചെയ്യുന്നുണ്ട്. ആർക്കൊക്കെ? പ്രൊഡ്യൂസേഴ്സിന് അഥവാ മാനുഫാക്ചേഴ്സിന്, പിന്നെ റീറ്റെയിലേഴ്സിന്. അതിന് ഇന്ന് നമ്മൾ പഠിച്ചത് ഒരു ഹോൾസെയിലർ പ്രൊഡ്യൂസർക്ക് ചെയ്യുന്ന വിവിധ സഹായങ്ങളാണ് പഠിച്ചത്. ഓക്കെ ആണോ? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണു. എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളോ ഉണ്ട് നിങ്ങൾ ഗ്രൂപ്പിൽ അടുത്ത പാർട്ട് 2 ക്ലാസ്സിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. ക്ലാസ് കാണണം, സമയം കണ്ടെത്തണം, പഠിക്കണം. മാർച്ചിൽ പരീക്ഷയായി നമ്മുടെ മുന്നിൽ ഇനി ആകെ 1 മന്ത് മാത്രമേ ഉള്ളൂ. സമയം കണ്ടെത്തി പഠിക്കണം. ഓക്കെ, ബൈ.